നമസ്കാരം. കഥ പറയട്ടെ. ഒരു രാജാവിൻ്റെ ഒരു സുഹൃത്ത് 2 കഴുകൻ കുഞ്ഞുങ്ങളെ സമ്മാനമായിട്ട് കൊടുത്തു. വിചിത്രമായൊരു സമ്മാനം അല്ലേ? പണമോ വജ്രമോ സ്വർണമോ അല്ലെങ്കിൽ മറ്റു പാരിതോഷികങ്ങളോ ഒന്നുമല്ല, 2 കഴുകൻ കുഞ്ഞുങ്ങളെയാണ് കൊടുത്തത്. അങ്ങനെ ഈ രാജാവിന് വളരെ കൗതുകം തോന്നി. ഈ കഴുകൻ കുഞ്ഞുങ്ങളെ രാജാവ് ഇങ്ങനെ ഓമനിച്ച് വളർത്തുകയാണ്. അപ്പോൾ കഴുകൻ കുഞ്ഞുങ്ങൾക്ക് ദിവസങ്ങൾ കഴിയുന്തോറും ചിറകുകൾ വന്നു, തൂവലുകൾ വന്നു, അവരിങ്ങനെ വളർന്നു വലുതായി. അപ്പോൾ രാജാവ് മന്ത്രിയോട് പറഞ്ഞു, എനിക്ക് ഈ കഴുകൻ കുഞ്ഞുങ്ങളെ ഉയരത്തിൽ പറക്കാൻ പരിശീലിപ്പിക്കുന്ന ഒരു പരിശീലകനെ വേണം, കണ്ടുപിടിക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ മന്ത്രി ഒരു പരിശീലകനെ കണ്ടെത്തി രാജാവിൻ്റെ മുമ്പിൽ എത്തിച്ചു. അങ്ങനെ ഈ രാജാവ് പരിശീലകനോട് പറയാണ്, വളരെ ഉയരത്തിൽ പറക്കണം, അങ്ങനെ പരിശീലിപ്പിക്കണം എന്ന് പറയാണ്. അങ്ങനെ കഴുകൻ സ്വാഭാവികമായും ഉയരത്തിൽ പറക്കുന്ന ഒരു പക്ഷിയാണെന്ന് എല്ലാവർക്കും അറിയാലോ. അങ്ങനെ ഈ പരിശീലകൻ കഴുകൻ കുഞ്ഞുങ്ങൾക്ക് വേണ്ട കോച്ചിങ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ രാജാവ് ഒരു ദിവസം ഈ പറപ്പിക്കുന്നത് കാണാൻ വേണ്ടി വന്ന് നിന്നപ്പോൾ 2 കഴുകൻ കുഞ്ഞുങ്ങളല്ലേ, അതിൽ ഒരു കഴുകൻ വളരെ ഉയരത്തിൽ പറക്കുന്നുണ്ട്. മറ്റേ രണ്ടാമത്തെ കഴുകൻ കുറച്ച് ഉയരത്തിൽ പറക്കും, എന്നിട്ട് വന്നിട്ട് മരക്കൊമ്പിലിരിക്കും. അപ്പോൾ രാജാവ് പരിശീലിപ്പിക്കുന്നല്ലേ ഉള്ളൂ എന്ന് കരുതി തിരിച്ചു പോകും. അങ്ങനെ ദിവസവും രാജാവ് വന്നിങ്ങനെ നോക്കുമ്പോൾ ദിവസവും രാജാവ് കാണുന്നത് ഇതാണ്: ഒരാൾ വളരെ ഉയരത്തിൽ പറക്കുന്നു, രണ്ടാമത്തെ ആൾ കുറച്ച് ദൂരം കുറച്ച് ഉയരത്തിൽ പറന്നു കഴിഞ്ഞ് മരക്കൊമ്പിൽ വന്നിരിക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ രാജാവ് പരിശീലകനോട് ചോദിച്ചു, ഇതെന്താ ഇങ്ങനെ? 2 പേരും ഒരുപോലെ പരിശീലിപ്പിച്ചിട്ടും ഒരാളെന്താ ഇങ്ങനെ എന്ന് ചോദിച്ചു. അപ്പോൾ പരിശീലകൻ പറഞ്ഞു, എനിക്കറിയില്ല പ്രഭു, എനിക്കറിയില്ല, അതെന്താ സംഭവം എന്താണെന്ന് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ രാജാവ് എന്ത് ചെയ്തു, ഒരു വിളംബരം നടത്തി. 2 കഴുകൻ കുഞ്ഞുങ്ങളെയും ഒരുപോലെ പറപ്പിക്കുന്നത് ആരാണോ അവർക്ക് സമ്മാനമുണ്ട് എന്ന് പറഞ്ഞിട്ടൊരു പ്രൊക്ലമേഷൻ, ഒരു വിളംബരം നടത്തി. അങ്ങനെ പലരും വന്നു എന്ന് മാത്രമല്ല, അന്യ നാട്ടുകളിൽ നിന്ന് പോലുള്ള ആൾക്കാർ വന്ന് ഈ കഴുകൻ കുഞ്ഞുങ്ങളെ പറക്കാൻ വേണ്ടിയിട്ട് ഓരോ വിദ്യകൾ കാണിച്ചു നോക്കി. ഒരാൾ വളരെ മിടുക്കനായ ഉയരത്തിൽ പറന്നു, മറ്റേ ആൾ ഈ പറയുന്ന പോലെ കുറച്ച് ദൂരം പറന്ന് വന്ന് ആ മരക്കൊമ്പിൽ ഇങ്ങനെ ഇരുന്നു. രാജാവിന് ദേഷ്യം വരാൻ തുടങ്ങി കേട്ടോ. ഇതെന്താ ഇങ്ങനൊരു സംഭവം എന്നുള്ള രീതിയിൽ. അങ്ങനെ ഒരു ദിവസം ഈ രാജാവിൻ്റെ സമ്മാനം പ്രതീക്ഷിച്ചുകൊണ്ട് പലരും വരുന്നുണ്ട് കേട്ടോ. അപ്പോഴും രാജാവിൻ്റെ അടുത്തേക്ക് കഴുകൻ കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കാൻ ആൾക്കാർ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പരാജയപ്പെട്ട് പിന്മാറി പോകുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം രാജാവ് ഇങ്ങനെ നോക്കുമ്പോൾ 2 കഴുകൻ കുഞ്ഞുങ്ങളും ഉയരത്തിൽ പറക്കുന്നു. രാജാവ് മട്ടുപാവിൽ നിന്ന് ഇങ്ങനെ നോക്കുക. അപ്പോൾ 2 പേരും വളരെ മത്സരിച്ച് ഉയരത്തിൽ പറക്കുന്ന കാണുമ്പോൾ രാജാവ് പെട്ടെന്ന് മന്ത്രിയെ വിളിച്ചു, എന്താ അത്, ആരാണ് അവിടെ പരിശീലിപ്പിക്കുന്നത്, ആരാണ് ആ കഴുകൻ കുഞ്ഞിനെ പറപ്പിച്ചത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ മന്ത്രി അന്വേഷിച്ചിട്ട് പറയാമെന്ന് പറയാം. മന്ത്രി വേഗം പരിശീലകനോട് ചോദിക്കുകയാണ് ആരാണ്. അപ്പോൾ പരിശീലകൻ പറയും, ഒരു സാധാരണക്കാരനായ ഒരാൾ വന്നിട്ടാണ് അത് ചെയ്തത് എന്ന് പറഞ്ഞു. അപ്പോൾ അയാളെ വേഗം വിളിക്കൂ എന്ന് പറഞ്ഞു രാജാവ്. അപ്പോൾ വന്നു. അപ്പോൾ താങ്കൾ ആരാണ്, എങ്ങനെയാണ് ഇത് ചെയ്തത്, എങ്ങനെ 2 പേരും ഒരുപോലെ പറക്കാൻ പ്രാപ്തരാക്കി എന്ന് ചോദിക്കുമ്പോൾ ഇയാൾ പറയാണ്, പ്രഭു, ഞാനൊരു സാധാരണ കർഷകനാണ്, ഞാനൊന്നും ചെയ്തില്ല. ആ പറക്കാൻ മടിച്ചിരുന്ന ആ കഴുകൻ കുഞ്ഞ് വന്നിരിക്കുന്ന മരക്കൊമ്പില്ലേ, അത് ഞാനങ്ങ് വെട്ടിമാറ്റി എന്ന് പറഞ്ഞു. ഇത്രയേ ഉള്ളൂ കഥ. അതങ്ങനെയാണ്. ആ കഴുകൻ്റെ കംഫർട്ട് സോണാണ് ആ മരക്കൊമ്പ്. കുറച്ച് ദൂരം പോവും, മടി തോന്നി അവിടെ വന്നിരിക്കും, അല്ലെങ്കിൽ പേടി തോന്നി അവിടെ വന്നിരിക്കും, അല്ലെങ്കിൽ എനിക്ക് വേണ്ട എന്ന് തോന്നി ആ കംഫർട്ട് സോണായ ആ മരക്കൊമ്പിൽ വന്നിരിക്കും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അങ്ങനെ ഓരോ കംഫർട്ട് സോണുകൾ ഉണ്ടായിരിക്കും. അതൊരു പക്ഷേ നമ്മുടെ പേടി കൊണ്ടായിരിക്കാം, ഭയം കൊണ്ടായിരിക്കും, നമ്മുടെ മടി കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു കമ്മിറ്റ്മെൻ്റ് കൊണ്ടായിരിക്കാം, ചില വ്യക്തികളായിരിക്കാം നമ്മുടെ ആ ഒരു കംഫർട്ട് സോൺ എന്ന് പറയുന്നത്. അതിനെ മുറിച്ച് മാറ്റുക, അല്ലെങ്കിൽ അതിനെ മാറ്റുക. അതിൽ നിന്ന് മാറി നമ്മൾ പറക്കാൻ നമുക്ക് വിശാലമായ ഒരു ആകാശമുണ്ട്, വിശാലമായ ഭൂമിയുണ്ട്. കംഫർട്ട് സോണിൽ ഒതുങ്ങിക്കൂടേണ്ടവരല്ല നമ്മൾ. നമുക്കൊക്കെ നമ്മുടേതായ കഴിവുകളുണ്ട് അല്ലേ? ശുഭദിനം.